ഗംഗാനഗർ നമ്മൾ എത്തിയിട്ട് 4 ദിവസമായി. അപ്പോൾ ലോഡ് ഇറക്കിയിട്ട് അടുത്ത ലോഡിന് വേണ്ടി വെയിറ്റിങ്ങിലായിട്ട് ഇന്ന് 3 ദിവസമായി. അപ്പോൾ ഇന്നലെ മിനിങ്ങാന്ന് ഒന്നും നോക്കിയിട്ട് ലോഡ് കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ലോഡാകുമെന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ പുത്തേട്ടാവളവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താമസിക്കാനായാലും ലോറി ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഈ ഹോട്ടൽ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഉപകാരമായി. അപ്പോൾ 800 രൂപയെ വാടകയേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ തെണ്ടിപ്പോയേനെ. ഇത് 3ാമത്തെ ദിവസമാണ്. അതെ, ഇതുണ്ടല്ലേ വണ്ടി തൊട്ടടുത്ത് തന്നെ വണ്ടി ഇടാൻ സൗകര്യം ഉണ്ടായിരുന്നു. സമയം രാവിലെ 11 മണിയായി. തണുപ്പിന് യാതൊരു കുറവുമില്ല. അതെ, അത് കിന്നുവാണോ? കിന്നൂരോടാ. അതെ അതെ, പക്ഷെ നമുക്ക് മാത്രം ആവുന്നില്ലല്ലോ. നമുക്കാവുന്നില്ല. ചെറുവണ്ടികളൊക്കെ ലോഡാവുന്നുണ്ട്. അതെ, ചെറുവണ്ടികളൊക്കെ കഴിഞ്ഞ ദിവസത്തെ വണ്ടികളൊക്കെ പോയി. അതൊക്കെ പോയി. കുളിയൊക്കെ കഴിഞ്ഞു വന്ന്. ഓ, ഇത് തന്നെ ഇട്ടാ മതി. ഇനി ഇവിടുന്ന് പോകുമ്പോ വേറെ ഇടാം. അപ്പടി പൊടിയാ ഇവിടെ. എന്റെ ഡ്രസ്സേലും ഉണ്ട്, പാൻറ്റയിലെല്ലാം ഉണ്ട്. അതെ, ലോഡർ. ആ, അതെ. രാവിലെ ഒരു ചായ കുടിച്ചാലോ? രാവിലെ എന്ന് പറയാൻ പറ്റത്തില്ല, 11 മണിയായി. ചായ കുടിക്കാം, നല്ല ചായ അവിടെ കിട്ടുമല്ലോ. ഏക്കല്ല കടയുള്ളതുകൊണ്ട് റൊട്ടിയാണേലും കഴിക്കാൻ കിട്ടും. അതെ, റൊട്ടിയാണെങ്കിലും നല്ല റൊട്ടിയും കറിയും കിട്ടും. റൊട്ടിയാ, തന്തൂരി റൊട്ടിയല്ല, തവാ റൊട്ടി. അതെ, അപ്പം പിന്നെ ഈ പറഞ്ഞാൽ ഈ തണുപ്പത്തിരുന്ന് കുക്ക് ചെയ്യണ്ട. അപ്പൊ ചായ കുടിക്കാം. ഇന്നലെ നമ്മളെ കൃഷി സ്ഥലത്ത് കൊണ്ടുപോയ ആളാണ്. അതെ, ഇതാണ് ഓഫീസ്. ഇതല്ലേ, 2 പേരുണ്ടായിരുന്നു. അതെ, രാവിലെ തന്നെ വന്നു. അതെ, ഒട്ടകത്തിന് വണ്ടി. ഈ ട്രിപ്പ് ഇഷ്ടം പോലെ ഒട്ടക വണ്ടി കണ്ടു. ഒട്ടക വണ്ടി അല്ല കൂടുതൽ കണ്ടായി, ഒട്ടക വണ്ടി കുറവല്ലേ കണ്ടായി? കണ്ടല്ലോ, ഒട്ടകത്തിന് ഒത്തിരി ഉണ്ടല്ലോ. ആ, അതേ ഉണ്ട്. ഇത് വണ്ടിയല്ലായിരുന്നോ? രാവിലെ ബിസ്ക്കറ്റ് കൊടുക്കുക. എത്ര പേരാ നോക്കിയേ. നല്ല ചൂട് ചായ കേട്ടോ. ഊതി കുടിക്കേണ്ട കാര്യമില്ല. ഊതുമ്പത്തേനും തണുത്ത് പോകും. അടുത്ത ആള് വരുന്നുണ്ട്. എല്ലാവർക്കും രാവിലെ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട്. അതാ അവർ പ്രതീക്ഷിച്ച് വരുന്നതെന്നും. കരിമ്പ് വണ്ടികൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. മെയിൻ ഡ്രൈവറും കോ ഡ്രൈവറും കൂടെ ഇവിടെ തേഞ്ഞ് കാഞ്ഞ് ഇവിടെ ഇരിക്കുകയാണോ? എന്താ ചെയ്യാനാ, വെളിയിൽ ഇറങ്ങി നിന്നിട്ടും കാര്യമൊന്നും ഇല്ലോ. അപ്പോഴേ ലോഡായിട്ടുണ്ട്. എന്നാ പിന്നെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോവാം. ഇന്നും നാളെയും കൊണ്ടേ കയറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പോവാൻ, ഇവിടുന്ന് ലോഡ് കയറ്റാൻ പോകാനുള്ളതൊക്കെ എഴുതി തന്നിട്ടുണ്ട്. വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പഞ്ചാബിലെ അബോറിൽ നിന്നാണ് ലോഡ് കയറ്റേണ്ടത്. എന്നാൽ ഇനി കാപ്പ് കുടിച്ചിട്ട് പോകാം. കാപ്പ് കുടിച്ചില്ല, മുമ്പേ കാപ്പ് കുടിക്കാന്ന് പറഞ്ഞിട്ട്. അതെ, കാപ്പി എന്ന് പറയണ്ട, ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് പോവാം. 2-3 ദിവസമായിട്ട് നമ്മൾ ഈ കടയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ രാവിലത്തെ ഫുഡ്. ഇതേ കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്നതേ ഇതെന്നാ പറയുന്നത്, കടലക്കറി. ഞാൻ കടലക്കറി എന്ന് പറയും. ഇവിടെ ഞാൻ ചനാ മസാല. ഇന്ന് ചനാ മസാലയൊക്കെ ഉണ്ട്. ഇന്ന് ക്യാപ്സിക്കം കിഴങ്ങ് കറിയിട്ട കറിയുണ്ട്. പിന്നെ അത് നമ്മുടെ ചനാ മസാലയുണ്ട്. പിന്നെ ദാൽ കറിയുണ്ട്. നല്ല ചൂട് റൊട്ടി. അപ്പോൾ ദാദാജിക്ക് കൂടെ വന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ഫോളോവറാണ്. ഫോട്ടോ എടുക്കാൻ സമ്മതിക്കല്ല, ഇവിടുന്ന് വിടൂല. എല്ലാ വീഡിയോയും കാണുന്ന പറഞ്ഞത്. അതെ അതെ. ആപ്കാ നാം ഭഗവാൻ സിംഗ്. വണ്ടിയുണ്ട്, ലോറി ഉണ്ട്. ആ അതെ, ലോറിയൊക്കെ ഉണ്ട്. തമിഴ്നാടൊക്കെ വരുന്നതാണ്. തമിഴ്നാടൊക്കെ हर वीडियो में आनी चाहिए है बेटी, ठीक है ना? हम भी तो बात करते हैं, ड्राइवर है. എല്ലാ വീഡിയോയ്ക്കകത്തും വേണമെന്ന് പറഞ്ഞ വീഡിയോ ഫോട്ടോ. നീ എന്നാ വരുന്നേന്നോ? വരാല്ലേ? कितना दिन बाद में? ഓ ആയേगा माल. हम बैंगलोर तो परमानेंट चलते रहते हैं. केरला आ जाओ. केरला का माल भर के आ जाओ. हाँ, चलते हैं. आपका फोन नंबर निकालूंगा. ओके ओके, फोन नंबर കൊടുക്കാം. ठीक है, ओके. ये हर वीडियो में आना चाहिए, हर वीडियो. എല്ലാ വീഡിയോയിലും फॉलोवर है ना, बहुत ज्यादा बढ़ा दूंगा. और मैं भी बहुत पुराना ड्राइवर हूँ, हर दुनिया बढ़ाएगी मेरे को देख के. ये जितने अपने सारे तेले चपटी है यार. वैसे रहने वाला मैं हिसार का हूँ, हरियाणा. സാർ ഹരിയാനയുള്ള ഇതിന് ലോഡ് കയറ്റാൻ പോവാ കേട്ടോ, നമ്മൾ പറഞ്ഞ പോലെ. ക്യാരറ്റ് തോട്ടത്തിലോട്ടൊക്കെ ആയിരിക്കും ചിലപ്പം. അതെ, ക്യാരറ്റ് കൊണ്ട് ഇറക്കിയിട്ട് വരുന്ന കൊള്ളാല്ലേ. അതിലൊക്കെ കിന്നു അതെല്ലാം ഈ കമ്പനികളിലേക്ക് കൊണ്ടുവന്നായിരിക്കുവേ.
നമുക്ക് ഇവരോടുകൂടെ യാത്ര പറഞ്ഞിട്ട് പോകാം. 2 ദിവസം ഇവിടുന്നല്ലേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചേക്കാൻ. ദീദി फिर मिलेगा बाय. ओके बाय फिर मिलेगा. आप और बहुत अच्छे हो. भाषा तो समझ जाते हो ना हमारी, हम जो बोलते हैं ആ മനസ്സിലാവാന്ന് ചോദിച്ചാ थोड़ा थोड़ा समझ समझ जाते हैं. ओके संदीप भाई बाय. ഇപ്പോൾ 3-4 ദിവസത്തെ ഗംഗാനഗറിലെ വാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. നോക്കിയേ ആ പോകുന്ന ലോഡ് കണ്ടോ? അതെ അതെ എൻ്റെ പൊന്നോ, ഒരു മല വരുന്ന പോലെ ഉണ്ടല്ലേ. അതെ അതെ നോക്കിയേ കിളി ഇറങ്ങി സൈഡ് പറയാൻ നിൽക്കുക കണ്ടോ? ആ ഇതിലേ വരുന്നത്, അതിലേ തിരിഞ്ഞ് പോവല്ലേ? അതോ പക്ഷെ മറ്റേ വണ്ടി ഇപ്പോൾ ഇതുപോലെ തന്നെ ഒരു വണ്ടി വന്ന് ആ സൈഡിൽ കൂടെ ആണല്ലോ പോയത്. അതിലെയാ പോകുന്നത്, എന്നാന്ന് അറിയത്തില്ല. റോങ് സൈഡാണ് വരുന്നത്. എന്നാണല്ലോ ഇതുപോലെ ലോഡ് ചെയ്ത് പിടിപ്പിക്കുന്ന ഒരു ഭയങ്കര അല്ലേ? ഓക്കെ എന്നാ പോയേക്കല്ലേ, ഓടിച്ചെടുക്കണേ. ഫുള്ളടി ഫുള്ളടി പോട്ടെ പോട്ടെ പോട്ടെ. അതെ അതെ തമിഴ്നാട് വണ്ടിയിലെ അണ്ണന്മാരെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. തൽക്കാലം നമ്മളെ രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിനോട് വിട പറഞ്ഞ് നമ്മൾ പഞ്ചാബിലേക്ക് പോവാണ്. പഞ്ചാബിലെ അബോറിലേക്ക്. നമ്മൾ ലോഡ് കയറ്റുന്നത് പഞ്ചാബിൽ നിന്നുമാണ്. ഇതുണ്ടോ ക്യാരറ്റ്? ക്യാരറ്റ് തന്നെ വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ കൃഷി ഉണ്ടായിട്ട് ഇതുപോലെ ആൾക്കാർ അലുവ ഉണ്ടാക്കാൻ അല്ലേ? അതല്ല, ഈ രാജസ്ഥാനിലെ ഈ ക്യാരറ്റ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഈ ഗംഗാനഗറിലാണ്. കനാല് കണ്ടോ, വെള്ളം നിറഞ്ഞൊഴുകുക. ഇതെല്ലാം കൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെ വെള്ളം കുറവായതുകൊണ്ടേ വേറെ കനാലിൽ കൂടെ വരുന്നതല്ലേ? വേറെ ഡാം കാണുമായിരിക്കും ഇവിടെ. ഹോട്ടലുകളും റിസോർട്ടുകളും ഇഷ്ടം പോലെ. ലെഫ്റ്റിലേക്ക് അബോർ, ബത്തിണ്ട 125, മാളോട്ട് 82, അബോർ 50 കിലോമീറ്റർ നമ്മൾ ചെല്ലണം അല്ലേ? ആ അബോറിന് ഇപ്പുറമാണെന്ന് തോന്നുന്നു. അബോർ തന്നെയാണ് കയറ്റേണ്ട സ്ഥലം. നീ അല്ല ഈ വഴി ചെന്നിട്ട് അബോർ പോകുന്നല്ലേ, അതിന് മുമ്പ് അബോറിന് മുമ്പ് ഒരു ടോൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ നിർത്തി വെച്ച ആ നമ്പർ വിളിച്ചാൽ മതി പറഞ്ഞു. അവിടെ അടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാ കച്ചി ബണ്ടിലാക്കി കെട്ടി നിർത്തിയേക്കുന്നത്. ഇതാ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഓറഞ്ച് തോട്ടത്തിൽ ചെന്നപ്പോൾ കണ്ടില്ലേ? അതെ അതെ. എന്നാ കട്ട് ചെയ്യാന്നറിയാവോ? അത് മെഷീനല്ല അത് അങ്ങനെ ചെയ്യുന്നത്. ഇത് 4 ലൈൻ ഒന്നും അല്ല, ഡബിൾ ലൈനാണ്. നമ്മൾ ഇങ്ങോട്ട് വന്ന ഹൈവേയുടെ ബാക്കിയാണ് NH 62 കൂടെ ആയിരുന്നു നമ്മൾ വന്നത്. എന്ത് വണ്ടി കിടക്കുന്നത് നോക്കിയേ. ഇതല്ല ഏതാണ്ട് ഗോതമ്പൊക്കെയാണെന്ന് തോന്നുന്നു. ഗോഡൗൺ ഒക്കെ ആയിരിക്കും ഇവിടെ. ഇത് നിൽക്കുന്ന ഉരുളക്കിഴങ്ങ ഈ സൈഡിലല്ലേ? കടയിൽ ചെന്ന് മേടിക്കുമ്പോഴേ ഇതൊക്കെ ഇത്ര പോലെ എങ്ങനെ ഇതുണ്ടാകുന്നത് ഇതുവെല്ലാം ചിന്തിക്കുന്നുണ്ടോ അല്ലേ? അതെ അതെ, കർഷകരുടെ കഷ്ടപ്പാടല്ലേ? അതെ അതെ. സമയം 1 മണിയായി, മഞ്ഞ് കണ്ടോ ഇപ്പോഴും? സൂര്യൻ ഉദിച്ചിട്ട് ഒരുപാട് നാളായി. എത്ര ദിവസമായി സൂര്യനെ കണ്ടിട്ട്. അതെ അതെ. ഇവിടെ ഈ ഒറ്റയ്ക്ക് കൃഷിസ്ഥലത്തിന്റെ നടുക്ക് വീടുകളുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അതെ അതെ, കൃഷിസ്ഥലത്തിന്റെ ഒക്കെ നടുക്കേ നല്ല ഭംഗിയിലൊരു കുഞ്ഞു വീട് പണിയണം, നല്ല രസമായിരിക്കും. ആര് പണിയണം? നമുക്ക് പണിതാലോ എന്നാ? എവിടെ? ആര് പണിയണമെന്നല്ല, ആരും പണിയുമ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞ് നല്ല ഭംഗിയായിട്ടൊരു വീട് പണിയണേ, കാണാൻ നല്ല ഇതായിരിക്കും ഞാൻ പറഞ്ഞു. നമ്മൾ പഞ്ചാബിൽ കയറിയില്ലല്ലോ? ഇല്ലില്ല, പഞ്ചാബിൽ ഇച്ചിരി കുറച്ചുകൂടെ ഉള്ളൂ, അധികം ദൂരം ഇല്ല. വഴിയെല്ലാം ഇങ്ങനെ തന്നെ അല്ലേ? ഡബിൾ ലൈനാ, 2 സൈഡ് വന്നിട്ട് ഈ മരങ്ങൾ മുള്ളേടിയ, അത് വലിയ മരമായേക്കുക. അതെ. ഇന്നലെ നമ്മൾ ആ കൃഷിസ്ഥലത്ത് പോയതുകൊണ്ടല്ലേ മറ്റേ റാഡിഷിന്റെ വിത്ത്, കോളിഫ്ലവറിന്റെ വിത്ത് ഇതൊക്കെ കണ്ടത്. കുറെ സംഭവങ്ങൾ കാണാൻ പറ്റി, പുതുതായിട്ട് കുറെ അറിവ് കിട്ടി. ആർമിയുടെ കുറെ വണ്ടികൾ വരുന്നുണ്ട്. ആണെന്ന് ഒത്തിരി വണ്ടിയുണ്ട്. ഇവിടെ എല്ലാം ആർമി വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്, ഈ ബോർഡർ ആയതുകൊണ്ടേ. അതെ. അല്ല, നമുക്ക് ഈ തണുപ്പ് സഹിക്കാൻ വയ്യ. അപ്പം നമ്മുടെ ജവാന്മാര് മൈനസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ കാര്യം ഇപ്പൊ ലഡാക്കിലൊക്കെ നിൽക്കുന്നവരുടെ അതാ പറഞ്ഞത്, എവിടെയൊക്കെ എന്നാ തണുപ്പാ ഇപ്പം. ഇതൊക്കെ ലോഡ് കയറ്റി ഇവിടെ കൊണ്ട് നിർത്തി വെച്ച് ട്രാക്ടർ കൊണ്ട് ഇവിടെ പോയേക്കാണല്ലോ. വീട്ടിൽ പോയതായിരിക്കും. അത് ആരും കൊണ്ടുപോയല്ല. പഞ്ചാബ് ബോർഡർ വലത്തോട്ട് 200 മീറ്റർ
അബോറും റൈറ്റിലേക്കാണ്. ഇതാണ് മറ്റേ ട്രാൻസ്പോർട്ടർ പറഞ്ഞ രണ്ടാമത്തെ റൈറ്റ് ഇതാണ്. അപ്പോൾ അവിടുന്ന് റൈറ്റ്. ഇപ്പം രാജസ്ഥാൻ നമ്മളിപ്പം തീരും, പഞ്ചാബിലേക്ക് കയറും. ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് വഴിയെല്ലാം മോശമായി കിടക്കണം. റൈറ്റിലോട്ട് പോട്ടെ. ഏതാ? ആ അതെ, പിക്കപ്പ് ഇത് കൃഷി സ്ഥലത്തു നിന്നേ പറിച്ചുകൊണ്ട് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇവിടെ പ്ലാന്റുകളുണ്ട്, പ്ലാന്റിൽ നിന്ന് കയറ്റുന്നത് അങ്ങോട്ട് പോന്ന. ഇത് പിന്നെ പോലീസ് ഔട്ട് പോസ്റ്റാണ്. ഇത് രാജസ്ഥാൻ്റെയാണ്. അപ്പുറത്തേക്ക് പഞ്ചാബിൻ്റെ കാണും. അബോർ 33 കിലോമീറ്റർ. ഫസിൽക്ക 65 കേട്ടോ. ഫസിൽക്ക ബോർഡർ പോന്നോ? ഒന്നുകൂടെ പോകണ്ട. ഈ ആർമിയുടെ എന്ത് വണ്ടി കിടക്കുന്നത്? നീ ഒത്തിരി വണ്ടിയുണ്ട്. അപ്പം നമ്മൾ പഞ്ചാബിൽ കയറി കേട്ടോ. ആ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ടിപ്പറുകൾ നോക്കിയേ, 12 വീൽ ടിപ്പറാ. അതെല്ലാം ലോഡ് കണ്ടോ? പഞ്ചാബ് പോലീസിൻ്റെ ഔട്ട് പോസ്റ്റാണ് ഇത്. അപ്പോൾ നമ്മൾ പഞ്ചാബിലെത്തി. ഓറഞ്ചൽ പൊടി എന്ന് പറഞ്ഞാൽ ഈ വഴിയിലെല്ലാം പൊടിയല്ലേ, അതുകൊണ്ടിവിടെ ആയിരിക്കും. ഞാനല്ലേ എന്നാ തണുപ്പാണേലും വണ്ടിക്കകത്ത് കയറിയാൽ തണുപ്പില്ല. വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതെ. ആ അതെ. അല്ല അന്നേരം വേറൊരു കാര്യം പറയണേ, എ സി ഇല്ലാത്ത വണ്ടിയെ വരുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. നമുക്ക് സ്വർഗമല്ലേ. അതെ. വിറകിലോട് കണ്ടോ? മുമ്പേ പോതയുണ്ടായിരുന്നു. ആ വണ്ടി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലല്ല, അതേലും ഒത്തിരി ഉണ്ടായിരുന്നു, ഇത് കൂടുതലുണ്ടായിരുന്നു. ഈ ട്രാക്ടറിന്റെ ഒക്കെ പുറകെ കണ്ടോ, ഡബിൾ ടയർ ഇട്ടേക്കുന്നത്. എന്നാ ലോഡ് കയറുമെന്ന് ഓർത്തു അന്നേരം. അതെ. ആ കട്ടച്ചൂള, ഇത് ചെറിയ ചൂളയല്ലേ. നോക്കിയാൽ അവിടെ കുറേ എണ്ണം അവിടെ കത്തിക്കുന്നു അടുക്കുന്നുണ്ട്. ഇവിടെ കുറേ എണ്ണം പോഞ്ഞോണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ അവിടെ കണ്ടോന്നു ഇതുപോലെ അല്ലായിരുന്നു ചൂള, വലിയ ചൂളയായിരുന്നു അല്ലേ. ഇത് ചെറിയ ചൂളകളാ. ഇതുണ്ടോ ഓറഞ്ച് തോട്ടോ, അതിനടുക്ക് ഒരു ചെറിയൊരു വീട് പോലെ പണിതേക്കുന്നത്. അതുപോലെ തന്നെ അല്ല അവിടെ ഇതുണ്ട് കേട്ടോ, നമ്മുടെ പടുതാക്കുളം ഉണ്ട്. അതുകൊണ്ട് അത് വലിയ കട്ടച്ചൂളയാ. ആ വലിയ പോക്കഴിൽ കണ്ടോ. ഭയങ്കര വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നു. അതെ, സാധാരണക്കാരൻ അതെ ചെറിയ രീതിയിൽ ചെയ്യുന്നു. ഈ മഞ്ഞ് കാരണം ആകെ തെളിച്ചമുള്ളത് കാണുന്നത് ഈ കടുകിന്റെ പൂവാ. അത് മാത്രം ഒരു കളർഫുൾ ആയിട്ടുള്ളൂ അല്ലേ. ബാക്കിയെല്ലാം മങ്ങിയിരിക്കുക. അതെ, പഞ്ചാബിലെ വിലക്കുറവായതുകൊണ്ട് പമ്പിലെല്ലാം ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ. രാജസ്ഥാനിൽ 98 രൂപ അല്ലേ. നമുക്ക് ഇനി ഡീസൽ അടിക്കണമല്ലോ. നമുക്ക് ഡീസൽ അടിക്കണം. ലോഡേ ഇന്നാകുകയല്ലായിരിക്കും, മിക്കവാറും നാളെ കൊണ്ടൊക്കെ, ഇന്നും നാളെ കൊണ്ടൊക്കെ കയറ്റുള്ളൂ പറഞ്ഞേ. ഇന്നിപ്പോ അവിടെ പോയി തണുപ്പടിച്ച് കിടക്കണം അല്ലേ. അതെ, തടിയാ അറുത്ത് നല്ല ഉരുപ്പടികളായിട്ടുള്ള തടികളാണ്. ഇത് മറ്റേ തടിയാന്ന് തോന്നുന്നു കേട്ടോ, ഈ വെളിയിൽ നിന്ന് വരുന്നതാന്ന് തോന്നുന്നു അല്ലേ. ആയിരിക്കും. അതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞാന്ന് തോന്നുന്നു, അവിടെ ഒന്നും ഇല്ല. ഇവിടുത്തെ ഒരു ഗുരുദ്വാരയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒരു സ്കൂളാ. ഇങ്ങോട്ട് വന്നപ്പോ ചെറിയതായിട്ട് സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ. കുറച്ചു നേരമേ കാണുള്ളൂ. ഒരു 1-2 മണിക്കൂർ കഷ്ടിച്ചേ കാണുള്ളൂ. 2 മണിക്കൂറൊന്നും കാണുമെന്ന് അറിയത്തില്ല. ഇത് നല്ലൊരു ഓറഞ്ച് തോട്ടമാണല്ലോ. പിന്നെ പറിക്കുന്നില്ലേ ആരും? പറിക്കാറായതായിരിക്കല്ല, എന്നാണെന്ന് അറിയത്തില്ല. കാടൊക്കെ കയറി നിൽക്കുക, നോക്കുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ. കറക്റ്റായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാവേ പാക്ക് ചെയ്യുന്ന ഇവിടെ ഓറഞ്ച്. ആ സൈഡിൽ ഒത്തിരി വണ്ടികൾ കിടപ്പുണ്ട്. മുമ്പേ ഉണ്ടായിരുന്നു, ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. ആ വണ്ടികളല്ല ഈ പോകുന്നത്. ഇതെന്നാ ഇനി ഒത്തിരി ഉണ്ട്. ഇത് ലോഡ് കയറ്റി കിന്നു ഇവിടെയൊക്കെ എന്ത് മേടിക്കണോ? എന്ത് വണ്ടികളല്ലേ. ഇതൊക്കെ വണ്ടി കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു അല്ലേ. നമുക്ക് ഓഫ് റോഡൊക്കെ പോകാൻ നല്ലതായിരുന്നു. ഈ പോകുന്ന സൈസ് എന്നാ ഇവിടെ നിർത്തിയേ. നമ്മുടെ മലയാളി ജവാന്മാരാരെങ്കിലും ഉണ്ടോ നോക്കാന്ന് ഓർത്താ. അതെ, കിന്നു വേണമെന്നാ പുള്ളി ചോദിച്ചാട്ടോ. കിന്നു കയറ്റാനല്ലേ നമ്മൾ പോകുന്നത് അല്ലേ. അതെ അതെ. പിന്നെ നമ്മൾ കിന്നു ഇവിടുന്ന് മേടിച്ചിട്ട് എന്ത് ചെയ്യാൻ? അല്ലെങ്കിൽ ഈ തണുപ്പത്ത് എങ്ങനെ കഴിക്കും? കഴിഞ്ഞ ദിവസം തന്നത് തന്നെ വണ്ടിക്കകത്ത് ഇനി ഇരിപ്പുണ്ട്. അതെ അതെ,
മലയാളികൾ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു, ഇവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു. ഇവിടെ ഇരുന്നിട്ട് വിളിച്ചു ചോദിക്കണം. ആ പോയിന്ന് ഗ്ലാസ് ആത്തിട്ട് തല വെളിയിലോട്ട് ഇട്ടിട്ട് ചോദിക്കണം. താത്ത അത് ചോദിക്കാൻ വേണ്ടിട്ടാ. പിന്നെ ചോദിക്കണ്ടേ? നോക്കട്ടെ, ഞാൻ ആരേലും പരിചയക്കാരുണ്ടോന്ന് നോക്കട്ടെ. ധൃതി ഇട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അതെ അത് ശരിയാ. പക്ഷെ ഇവരൊന്നും ആരുമില്ല, മലയാളികൾ ആരുമില്ല. വണ്ടി ഓടിക്കുന്നതാണോന്നാ ചോദിച്ചത്. പക്ഷെ മലയാളികളല്ല. കേരള വാല നെയ്യേ. ശക്തി 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 ശശി. അപ്പൊ കാട്ട്പാടിയിലുള്ള ഒരാളെ പരിചയപ്പെട്ടു. അതെ അതെ. മലയാളികൾ ആരും ഇല്ലായിരുന്നു. പുള്ളി തമിഴ്നാടുകാരനാണ്, കാട്ട്പാടി. ഇത്രയും വണ്ടി കണ്ടിട്ടേ ഒരാളെങ്കിലും മലയാളികൾ കാണുമെന്ന് ഓർത്തെ. പക്ഷെ ആരും ഇല്ലാതെ പോയി. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നല്ലേ, എല്ലാരും നമ്മുടെ ആള്. അതെ, എന്നാലും നമ്മുടെ നാട്ടുകാരൻ ഒരാളെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇത് അടുത്ത ഓറഞ്ച് തോട്ടം. പക്ഷെ ഇതെല്ലാം ചെറിയ മരങ്ങളാണ് കേട്ടോ. നമ്മൾ ആ കഴിഞ്ഞ ദിവസം കണ്ട അത്രയും വലിയ മരങ്ങൾ കണ്ടായില്ല പിന്നെ അല്ലേ. എല്ലാം ഇതുപോലെ തൈ മരങ്ങൾ തന്നെയാണ്. ഇതെല്ലാം പറിച്ചു കഴിഞ്ഞാ കേട്ടോ ഓറഞ്ച്. ഈ അബോർ അല്ലെങ്കിലും ഈ ഓറഞ്ചിന്റെ മെയിൻ കേന്ദ്രം അബോർ. ഇതാണ്ട ക്യാരറ്റ് പറിക്കുന്നുണ്ട്. ഇന്നലെ കണ്ടോണ്ട് ഇനി ഇന്ന് ഇറങ്ങി പോകണ്ടല്ലേ. അതെ, കിന്നു ഓറഞ്ച് ജ്യൂസ് വേണേ കുടിക്കാം കേട്ടോ. കിന്നുണ്ട് വേണോ? കുടിച്ചേക്കാം ഒരെണ്ണം. ജ്യൂസ് വേണോ ജോസേ? അതെ, ജ്യൂസ് വേണോ ജോസേ? വീഡിയോ കാണുന്ന കേട്ടോ. അതെ. ഇപ്പം തീൻ കിന്നു ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിയേ, ജ്യൂസ് അടിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. നമ്മളെ നാരങ്ങ പിഴിയുന്ന പോലെ ഉണ്ടോ? കട്ട് ചെയ്ത് അതിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഒരു ജ്യൂസിന് 30 രൂപ. ചൂടുവെള്ളത്തിൽ തയ്യാറാക്കുമോ? തണുത്ത എങ്ങനെ കുടിക്കുന്നത്? എല്ലായിടത്തും ഈ സംഭവം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എളുപ്പമുണ്ട്. ഓട്ടോറിക്ഷ വരെ ഉണ്ട്. 10 രൂപയുടെ ഓട്ടോറിക്ഷയിൽ ഷെയർ ഓട്ടോറിക്ഷ വരെ ഈ സാധനമാണ്. ബാബ രാംദേവ് ജ്യൂസ് ഫ്രൂട്ട്. ഇപ്പൊ കൈ കാണിച്ചിട്ട് പോയ ആളാണ്. വണ്ടി അവിടെ നിർത്തിയിട്ട് വന്നാ. नमस्ते। आपका नाम क्या? हरदीप सिंह। हरदीप सिंह। Yes. हरदीप सिंह। Yeah. Every time I check. വീഡിയോ നമ്മുടെ വീഡിയോ എടുത്ത് കാണിക്കുമായിരുന്നു. Oh, thank you. ഇതിനകത്ത് ചാറ്റ് മസാല ഇട്ടിട്ടുണ്ട്. ചേട്ടായിക്ക് ഇടാതെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. വേണ്ടെന്ന് പറഞ്ഞല്ലോ. മസാല ഇടാതെ പ്ലെയിൻ മതി. വേണ്ടില്ലേ? ഇന്നത്തെ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇല്ല, മധുരമല്ലേ? നല്ല മധുരം. അല്ല, ഒത്തിരി മധുരമില്ല, എന്നാലും കുഴപ്പമില്ല, ചെറിയ പുളി. അപ്പോഴേ നമ്മുടെ ഹർദീപ് സിംഗ് നമ്മളെ കണ്ടുകൊണ്ട് വന്നിട്ട് ജ്യൂസ് കുടിക്കാൻ പറഞ്ഞ് ജ്യൂസും കുടിച്ചിട്ട് നമ്മളെ കൊണ്ട് പൈസയും കൊടുപ്പിച്ചു. അതെ അതെ. പുള്ളി പറഞ്ഞ എന്നാന്നറിയോ, ഇത് അപ്പനെ പഞ്ചാബ്. അപ്പോൾ ഇവിടെ വരുമ്പം ഞങ്ങൾ പൈസ കൊടുക്കും, കേരളത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ കൊടുത്തോളാന്. ഏറ്റവും ലാസ്റ്റ് പോകാൻ നേരം പുള്ളി ചോദിച്ചത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചേ. ഭയങ്കര സന്തോഷമായി പോയി. നമ്മളിങ്ങനെ വീട്ടിൽ പിള്ളേരെയും എല്ലാരെയും കാണിച്ചു കൊടുക്കും. നമ്മുടെ ഇന്ത്യയിൽ ഇത് വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെയല്ല പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ വഴികളൊക്കെ ആയി വരുന്നുള്ളൂ, പിന്നെ സൗകര്യങ്ങളൊക്കെ പുതിയ ഹൈവേകളിലൊക്കെ ഉള്ളൂ, അതൊക്കെയാണ് പറഞ്ഞത്. വിദേശത്ത് ജീവിച്ചോണ്ട് അവിടെ ഇത് സർവ്വസാധാരണമാണ്. പുള്ളി വെളിയിലായിരുന്നു പറഞ്ഞല്ലേ. പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്, ഫിലിപ്പിയേട്ടൻ എന്ന് പറഞ്ഞ ഒരാള്. ആളുടെ അടുത്ത് വന്നിട്ടുണ്ട്. ആകെ കേരളത്തിൽ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അവിടെ അങ്ങനെ കറങ്ങി പിന്നെ ഗോവയിൽ വന്ന് തിരിച്ചു പോകുന്നതാണ്. ഇനിയപ്പോൾ എപ്പോഴേലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരും, നമ്മളെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പം ഈ ടോള് കഴിഞ്ഞ് വിളിക്കാനാണ് പറഞ്ഞത് അല്ലേ? ടോള് കഴിഞ്ഞ് വിളിക്കാനാണ് പറഞ്ഞത്. ടോള് കഴിഞ്ഞ് ബൈപ്പാസ് റോഡിൽ കയറിയിട്ട് വിളിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത്. ടോള് കഴിഞ്ഞിട്ട് വേണമെന്ന് വിളിച്ചേക്കാം. വിളിക്കുന്ന ഇതല്ലേ ഉള്ളൂ. ഇവിടുന്ന് കുറച്ച് കട്ട അങ്ങ് ലോഡ് കയറ്റിക്കൊണ്ട് പോയാൽ മതിയായിരുന്നല്ലോ. അടിപൊളി കട്ടയല്ലേ, നല്ല ഫിനിഷിങ്. ഒരു വണ്ടി റോങ് സൈഡിൽ വരുന്നുണ്ട് കേട്ടോ. ഒരെണ്ണമല്ല, ഇപ്പം 2-3 വണ്ടി വന്നായിരുന്നു. പിക്കപ്പിൻ്റെ ടയർ പഞ്ചറായെന്ന്. ടയർ പഞ്ചറായാണോ? അല്ല, പ്ലേറ്റ് ഒടിഞ്ഞായിരിക്കും മിക്കവാറും. അതേ ഫ്രണ്ട് പൊങ്ങി കിടക്കുക നിൽക്കുന്നു. നല്ല ലോഡാ അത്. ഇതുണ്ട് ആ സൈസ് വണ്ടി. ജുഗാട് എത്ര എണ്ണമാണെന്ന് നോക്കി. ചെറിയ മാർക്കറ്റുകളാണ് ഇവിടെ എല്ലാം. ചെറിയൊരു ടൗണാണ്. വെയിലൊക്കെ പോയേ, ഒരു ശകല നേരത്തേനേ ഉള്ളായിരുന്നു.
പഞ്ചാബിലേ അല്ലെങ്കിലും മൂടൽമഞ്ഞ് മോശമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു അവിടത്തെക്കാട്ടി കൂടുതൽ പഞ്ചാബിലാന്ന് തോന്നുന്നത്. അങ്ങോട്ട് നോക്ക് നല്ല മഞ്ഞല്ലേന്ന് തോന്നുന്നു. അവിടെ ലോഡ് കയറ്റുന്നതാന്ന് തോന്നുന്നല്ലേ? ഇതുപോലുള്ള പ്ലാന്റിലായിരിക്കും നമുക്കും പോകേണ്ടത്. എന്താ അതെല്ലാം ലോഡ് ചെയ്യുന്ന അവിടെ ഒരു തമിഴ്നാട് വണ്ടി ഉണ്ടല്ലോ. ആ മരത്തേലെ ഇലയൊക്കെ പൊഴിഞ്ഞേക്കുന്നതുണ്ടോ? ആദ്യം പച്ച ഇലയായിരുന്നു, പിന്നെ അത് മഞ്ഞയായി. ഇപ്പോൾ ഈ ഇലകളെല്ലാം പോകും. ഇപ്പം പിന്നെ ലാസ്റ്റ് കമ്പുകൾ മാത്രമാവും. ഇതൊരു ആക്രി വണ്ടിയാ പോകുന്നത്. എന്നാ വണ്ടിയാ? അതാ മറ്റേ വണ്ടിയാ. എല്ലാം ആക്രിയാ, മൊത്തം ആക്രിയാ. വണ്ടി തന്നെ ആക്രിയാണെന്നാണോ ഉദ്ദേശിച്ചത്? അതെ. ഇതൊക്കെ ഓരോ ഗോഡൗണുകളായിരിക്കും കേട്ടോ. പക്ഷെ ഇതൊക്കെ പണിയുന്നേ പണിത് വരുന്നേ ഉള്ളൂ. കില്ലിയൻ വാലി ഈ നമ്മൾ ഇവിടെ 2 സൈഡും ഇപ്പം ഗോഡൗണുകൾ തന്നെയാണ്. ആ വണ്ടിയുടെ ടയർ കണ്ടോ? അത് കൊള്ളാം കേട്ടോ, അടിപൊളി ഒരു വണ്ടിയാണ്. പഴയ ടൈപ്പ് വണ്ടിയാണ്. അപ്പോൾ നേരെ 2 കിലോമീറ്റർ 82. അപ്പോൾ നമുക്ക് ആ ബൈപ്പാസിലായിരിക്കുവേ. ഇതുണ്ടോ, ഇതെല്ലാം സ്റ്റോറാ. നമുക്ക് ഇവിടുന്ന് റൈറ്റ് അബോർ ബൈപ്പാസ് ചെന്നിട്ട് വിളിക്കാനാണ് പറഞ്ഞത്. റൈറ്റിലോട്ട് പോട്ടെ, എന്നിട്ട് വിളിക്കാം. ലോക്കൽ ആത്മീയെ കൊണ്ട് സംസാരിപ്പിച്ച് കറക്റ്റ് സ്ഥലം അന്നേരം പറഞ്ഞു തരും. ബസ് ഗ്ലാസ്സെല്ലാം ഇട്ട് കണ്ടോ, നിറച്ച ആളുണ്ട് കേട്ടോ. തണുപ്പ് കാരണം ഗ്ലാസ്സൊക്കെ ഇട്ട് എല്ലാവരും കമ്പിളിയൊക്കെ പുതച്ചായിരിക്കുന്നത്. ഈ വണ്ടികളെല്ലാം ഓറഞ്ച് കയറ്റാൻ വന്നേക്കുന്ന വണ്ടികളാണ്. ചെറുവണ്ടികളാണ് കൂടുതൽ കേട്ടോ. ഉണ്ടോ, 10 ടൺ വണ്ടികളാണ് മൊത്തം. അപ്പോൾ നമ്മളിപ്പോൾ അബോറെത്തി. അപ്പോൾ ഇന്നേക്കാലും ലോഡൊന്നും കയറ്റിയാലെന്നാണ് പറഞ്ഞേ. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം അല്ലേ? ഇന്നും കയറ്റിയാല, നാളെയും കയറ്റിയാല. നാളെ കഴിഞ്ഞാൽ കയറ്റുള്ളൂ. അപ്പോൾ ഈ തണുപ്പടിച്ച് ഇനി 2-3 ദിവസത്തോടെ ഇവിടെ കിടക്കണം. അതെ. ഇന്നിപ്പം നമുക്ക് പോയെന്നാലേ അത് മാർക്കറ്റിൽ പോയി വല്ല കറി വെക്കാൻ പറ്റുമോ, കിട്ടുമോ നോക്കാം. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഈ റൊട്ടി. അതെ, ഇച്ചിരി ചോറ് വെക്കാം അല്ലേ? ജായ്ബ്രോ വരുന്നില്ലെന്നാ പറഞ്ഞത്. നമുക്ക് പോയിട്ട് വരാമെന്നാ. അതെ, ഈ വണ്ടിയാണ് ഇന്നലെ നമ്മൾ വെളിയിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ലായിരുന്നു നമുക്ക്. കണ്ടോ, ബജാജിൻ്റെ വണ്ടിയാണ്. അതുണ്ടോ, എത്ര പേരാ അതേ യാത്ര ചെയ്ത് നിന്ന് നോക്കി. അതിൻ്റെ ഫ്രണ്ടിലൊരു ബോണറ്റ് പോലെ കൂടെ ഉണ്ടായിരുന്നേ. ഇതിപ്പോൾ പഴകിയോണ്ട് ബോണറ്റൊക്കെ എടുത്ത് കളഞ്ഞു. ഗരുഡൻ്റെ ഫ്രണ്ട് പോലെ ഇരിക്കും. ചുണ്ട് പോലെ ഉണ്ടോ? അതെ, നമ്മുടെ ഗരുഡൻ വരുന്നു. അതേ ലോഡും ഉണ്ട് പുറയില്. എൻ്റെ എഞ്ചിനാണ് നിൽക്കുന്ന ഫ്രണ്ടിൽ കണ്ടോ. ബിരിയാണി ചെയ്യാലോ, കുതിര വണ്ടിയെ പോയാലോ? അതെ പോയായിരുന്നു കേട്ടോ. ലോഡി ചാടി പോന്നു. അവിടെ നിൽക്കണം അതുപോലെ ബാലൻസ് ചെയ്ത്. എന്നെ കൊണ്ട് നിൽക്കാനൊന്നും വയ്യ. ഈ ഓട്ടോയ്ക്ക് പോന്നാ ഈ റിക്ഷയപ്പ എന്നാ പോയേക്ക, സമയം കളയണ്ട. മുമ്പ് എന്നെ പറഞ്ഞ് ഇവിടെ തണുപ്പ് കുറവാന്നല്ലേ? അവിടത്തെക്കാട്ടി തണുപ്പാന്ന് തോന്നുന്നു ഇവിടെ. അല്ല, രാജസ്ഥാനിലെക്കാട്ടി കുറവാന്നാ എനിക്ക് തോന്നുന്നേ. പക്ഷേ ഈ ഓട്ടോയ്ക്ക് കയറിയിരുന്നേ കാറ്റടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഭയങ്കര തണുപ്പ്. നമുക്ക് തോരൻ വെക്കാനായിട്ട് ഒരു കാബേജ് മേടിച്ചു, പിന്നെ ഇച്ചിരി മല്ലിയില മേടിച്ചു, പിന്നെ സവോള മേടിച്ചു, പിന്നെ ഇതേ കുറച്ച് മട്ടനും മേടിച്ചു. അതെ, ഇവിടെ വെച്ചുണ്ടാക്കുന്നോ അതോ അങ്ങോട്ട് മുന്നോട്ട് പോകണോ? ഇവിടെ വേണ്ട, ഇച്ചിരി കൂടെ അങ്ങോട്ട് പോവാം. അപ്പോഴേ അധികം ദൂരമൊന്നും പോകണ്ട, നമുക്ക് ഇവിടെ എങ്ങാനും നിർത്താം. ഇവിടെ എങ്ങാനും നിർത്തിയിട്ട് ഇതുണ്ട്, ഇവിടെ വലിയ കുഴപ്പമില്ല. ഈ കോൺക്രീറ്റിനോട് ചേർത്ത് അങ്ങ് നിർത്തിയാൽ മതി. ഇതാരാ ആ ടയറിനിടയ്ക്ക് അതുപോലെ ഒരു കല്ല് കയറ്റി വെച്ചേക്കുന്നത്? അത് ഞാനല്ല, ജായ്ബ്രോയാ. കട്ടയാണോ, മൺകട്ടയോ? ഇതെങ്ങനെ നീ ഇതിനകത്ത് കയറ്റിയിടാ? ഞാൻ പാവം ചെറിയ കല്ലും പിന്നെ അബദ്ധത്തിൽ വല്ല ആണിയൊക്കെ കയറിയാലേ ഉള്ളൂ. ഇതുകൊണ്ടോ എന്താ ആന മുഴപ്പിലുള്ളൊരു കട്ടയാന്ന്. അപ്പം 2-3 ദിവസം കൂടി അടുക്കള ഇന്ന് തുറക്കുക. സജീവമാവുകയാണ്. ഇതേ ഈ പ്രാവശ്യമേ ഇതിനകത്ത് ആകെ 3 കിലോ അരിയങ്ങാണ്ടേ ഉള്ളായിരുന്നു തോന്നുന്നു. അതുപോലും തീർന്നിട്ടില്ല. കഴിഞ്ഞ ട്രിപ്പ് മേഘാലയ പോയി നമ്മൾ 7 കിലോ അരിയങ്ങാണ്ട് തീർന്നു തോന്നുന്നു. 6-7 കിലോ അരി തീർന്നു. അതെ, കഴിഞ്ഞ ട്രിപ്പത്തെ ആളല്ലോ ഈ പ്രാവശ്യം ആരാ കൂടെ ഉള്ളത്? റൊട്ടിമാൻ 3 പേർക്കും കഴിക്കുമെങ്കിൽ നമുക്ക് വെക്കാനൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. ആദ്യമേ ഒരു ചെരുവ് വെള്ളം ചൂടാക്കി ബക്കറ്റിനകത്ത് ഒഴിച്ചു. അല്ലെ പാത്രമൊന്നും കഴുകത്തില്ല, കൈ മരിച്ചിട്ട്. കോ ഡ്രൈവർ അരിയൊക്കെ കഴുകി അടുപ്പയിലിട്ടിട്ട് ഇറച്ചി ഞുറുക്കാനിരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഉള്ളിയും സവോളയൊക്കെ പൊളിച്ച് വേഗം കറിക്കുള്ളതൊക്കെ റെഡിയാക്കണം. മട്ടൻ അങ്ങനെ ഉണ്ട്? മട്ടൻ കണ്ടിട്ട് കുഴപ്പമില്ല, നല്ല മട്ടനാണ്. നല്ല 540 രൂപ കിലോ. സ്റ്റവിൻ്റെ അടുത്ത് എങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ചെറിയ ചൂടുണ്ട്. അതിനടുത്ത് പോലും അത്ര ചൂടില്ല കേട്ടോ പറഞ്ഞ്. മട്ടന് അടുപ്പേ വെച്ചിട്ട് വേണം എനിക്ക് എൻ്റെ കാബേജ് തോരൻ വെക്കാൻ. മട്ടനും ചോറും ആദ്യം റെഡിയാക്കി ഇതാ. അയ്യോ, അത് ഇച്ചിരി ബുദ്ധിമുട്ടാവൂലേ. സവോളയൊക്കെ പൊളിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ വെള്ളത്തിലോട്ട് കൈയിട്ട് കഴുകാനാണ് മടി, തണുത്തിട്ട്. അയ്യോ, ഇന്നേ ഇഞ്ചിയും വെളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം കൂടെ നമുക്ക് ചതച്ചെടുക്കാം.
അപ്പോൾ ഇഞ്ചി ചതച്ചു, അപ്പോൾ വെളുത്തുള്ളി കുറച്ചിട്ടു, കുറേശ്ശെ ചതക്കത്തുള്ളൂ ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വെളിച്ചെണ്ണ പുരട്ടി വെക്കാം മട്ടൻ. ഓ മഞ്ഞപ്പൊടിയൊന്നും വേണ്ട, വെളിച്ചെണ്ണ പുരട്ടിയാൽ മതി. തണുപ്പ് കാരണം ഉറഞ്ഞല്ലേ? പിന്നെ ഇതുണ്ടോ കടുങ്കാപ്പി എടുത്തിട്ടുണ്ട്. വിശപ്പ് കൂടുതലുണ്ടെങ്കിൽ വല്ല ബിസ്ക്കറ്റോ റസ്കോ ഒക്കെ കഴിക്കാവുന്നതാണ്. കടുങ്കാപ്പി എടുത്തോ. അല്ലല്ലേ, കടുങ്കാപ്പിക്കൊന്നും ഒരു വിലയില്ലാത്തതാണ്. ഇപ്പം ഈ തണുപ്പത്ത് ചൂട് കടുങ്കാപ്പിക്കൊക്കെ എന്തൊരു ടേസ്റ്റ് അല്ലേ. അത് കുടിക്കുമ്പോൾ എന്തൊരു സുഖം. കഞ്ഞിവെള്ളം കളയണ്ട കേട്ടോ, നമുക്ക് കുടിക്കാം. അതല്ലേ, റൈസ് ജ്യൂസ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി മട്ടൻ കറി വെച്ചേക്കാം. ഇപ്പം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം കടുകൊക്കെ ഇട്ട് നമ്മുടെ വറ്റൽമുളകും നമ്മുടെ കറിവേപ്പില കൊണ്ടുവന്ന് തീർന്നു പോയി കേട്ടോ. ഈ തേങ്ങാക്കൊത്തും കൂടി ഇട്ടേക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തും കൂടി ഇട്ടൊന്ന് ശകലം നേരം ഇളക്കി വഴറ്റിയിട്ട് നമുക്ക് സവോള ഇട്ട് ഉപ്പ് ഒഴിക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി സവോളയും കൂടി ഇടാം. ഇന്ന് തക്കാളി ഒന്നും ഇടുന്നില്ല കേട്ടോ. സവോളയൊക്കെ ഇട്ട് നമുക്ക് ഉപ്പ് ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതിയല്ലേ, ഇനിയിപ്പം തണുത്ത് ഇവിടെ ഇരിക്കാൻ വയ്യ. അതുകൊണ്ട് ചേർത്തോ. നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മട്ടൻ മസാലയും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. അല്ല എന്നും പറഞ്ഞ് മൂത്ത് കരിച്ച് കളഞ്ഞേക്കല്ലേ. അപ്പോൾ അരപ്പൊക്കെ മൂത്ത് ഞാൻ മട്ടനൊക്കെ കുടഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ ഇളക്കി എല്ലായിടത്തും ഒന്ന് അരപ്പൊക്കെ ആക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെക്കാം. എന്നൊക്കെ ഉണ്ടായാലുമേ മെയിൻ ഡ്രൈവർക്ക് ഒരു തോരൻ വേണമെന്ന്. അതിനുള്ള തേങ്ങ നമ്മളെ കൊണ്ട് ഈ തണുപ്പ് തിരുത്തി ചിരണ്ടിക്കൊണ്ടിരിക്കുക. ഒരു തോരനല്ലേ ചിരണ്ടെന്നുള്ളൂ. അല്ല, ഒരു തോരനല്ലേ, ഈ ശകലം അരമുറി തേങ്ങയല്ലേ ചിരണ്ടെന്നുള്ളൂ. ഉണ്ടോ, അരപ്പൊക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് തണുത്ത വെള്ളം വേണമല്ലോ ഒഴിക്കാൻ, തണുത്ത് മരിച്ചിരിക്കുന്ന ഐസ് വെള്ളം. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. എല്ലായിടത്തും എൻ്റെ കൈ തന്നെ വരണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ് കേട്ടോ. ഓ, മട്ടൻ കറി ആകുന്നതിന് മുമ്പേ എൻ്റെ കാബേജ് തോരൻ റെഡിയാകും കേട്ടോ. അതിന് വേറെ സ്റ്റവ് വെച്ചോ? അതിന് വേറെ സ്റ്റവ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി മിക്സി ഒന്നും എടുക്കുന്നില്ല, നമുക്ക് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് അങ്ങോട്ട് തോരൻ വയ്ക്കാം. നമ്മുടെ മട്ടൻ കറിയൊക്കെ വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചേരും കേട്ടോ. മട്ടൻ കറിയൊക്കെ നല്ല വെന്ത് റെഡിയായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങണമെന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, വെളിച്ചെണ്ണയൊക്കെ ഉറങ്ങിയിരിക്കുകയാണ്, അതിനി ഉണർത്തണം. അതുകൊണ്ട് വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിക്കുന്നില്ല. അപ്പോൾ മല്ലിയില അത് മൊത്തം ഇടുകയാണോ? കുറച്ചെങ്ങനെ ഇട്ടാൽ മതി? കുറച്ചേ ഉള്ളൂ, മേടിച്ചതിൻ്റെ പകുതി പോലും ഇല്ല ഇത്. ഞാൻ സ്റ്റവ് മാറ്റിയിട്ട് നമ്മുടെ വലിയ സ്റ്റൗവിലേക്ക് തന്നെ ആക്കി കേട്ടോ. അപ്പോൾ 2 ജീരകവും കൂടി ഇട്ടിട്ടുണ്ട്. കടുക് ഇട്ട് ജീരകം ഇട്ടു. 2 വറ്റൽമുളക് ഇടുക. ഇഞ്ചി ഒരു ലേശം മതി. ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ കാബേജും 2-3 പച്ചമുളകും ഒരു കുഞ്ഞ് സവോളയും കൂടെ അരിഞ്ഞതാണ്. ഇത് നമുക്ക് ഇതിനകത്തോട്ടിട്ട് ശകലം ഉപ്പൂടെ ഒഴിക്കാം. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇനി നല്ലപോലെ നമുക്ക് ഇളക്കിയിട്ട് തേങ്ങായും കൂടി ഇട്ട് മൂടി വയ്ക്കാം. സമയം ഇപ്പം 7 മണി ആയതേ ഉള്ളൂ വൈകുന്നേരം. അതുപോലെ ടെമ്പറേച്ചറും 7-8 ഉള്ളൂ. അപ്പം നല്ല തണുപ്പാണ്. അപ്പം ഇന്ന് നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട്. അപ്പം ഇവരാണ് 2 പേര്. നമ്മുടെ നാട്ടുകാർ 2 പേര്. നാട്ടുകാരെന്ന് പറഞ്ഞാൽ കോട്ടയം അല്ല, കോഴിക്കോട് അല്ലേ? കോഴിക്കോട്. പേര്? എൻ്റെ പേര് ആബിദ്. ആബിൽ. ആബിദ്. ചേട്ടൻ്റെ പേര് ഷൗക്കത്ത്. അപ്പൊ ഇവരെ ചോറുണ്ട് കേട്ടോ. ഒത്തിരി ദിവസമായി, 2 മാസമായി ഇവിടെ വന്ന്. അതെ അതെ അതെ. അപ്പൊ ഇവർക്കുള്ള ലോഡാ നമ്മൾ നാളെ കയറ്റുന്നത്. അതെ. അപ്പൊ അവര് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. നമുക്ക് ഇനി ഫുഡ് കഴിക്കണ്ടേ? കഴിക്കണം. അവരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പരിചയപ്പെടുത്താം. അതെ, നാളെയൊക്കെ പരിചയപ്പെടാം നമുക്ക്. അപ്പം മട്ടൻ കറിയൊക്കെ കൂട്ടി ഒരാള് ചോറിനാൻ തുടങ്ങി കേട്ടോ. മട്ടൻ കറി, കാബേജ് തോരനും നാരങ്ങ അച്ചാറും. എങ്ങനെ ഉണ്ടാ? തണുപ്പേ സഹിക്കാൻ വയ്യ, കൂടി വരുന്നുണ്ട്. അതിനിപ്പോൾ വേഗം കഴിച്ചിട്ട് വണ്ടിക്കകത്ത് കയറാം. ചോറൊക്കെ കഴിച്ചിട്ട് തണുക്കാൻ തുടങ്ങി. വേഗം ഫോണൊക്കെ വെച്ച് വന്ന് ചോറിനാൻ നോക്കും കേട്ടോ. വീഡിയോ എടുക്കണ്ടേ നേരം? പറഞ്ഞേ മതി. പാത്രം കഴുകാനേ അടുപ്പേ വെള്ളം ഗ്യാസേ വെച്ചേക്കുക. എന്നിട്ട് അതിൽ നിന്ന് കോരി ഒഴിച്ചൊഴിച്ച് കഴിയുന്നത് തണുപ്പ് കാരണം. ഇനി നമുക്ക് എവിടെയെങ്കിലും പോയി കിടക്കണ്ടേ? ഇപ്പോൾ ഇവിടെ വല്ലേ നല്ല പമ്പ് വല്ലതും ഉണ്ടോന്ന് നോക്കിയാലോ. തിരിച്ചു പോയിട്ടേ നമുക്ക് ആ പോകേണ്ട റൂട്ടിൽ എവിടെയെങ്കിലും നല്ല പമ്പ് കാണും. ആ പമ്പിലിട്ടിട്ട് അവിടെ കിടന്നുറങ്ങാം. എന്നിട്ട് രാവിലെ എണീറ്റ് പോവാം. അതിരാവിലെ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ പോവാം. 11 മണിയാകുമ്പോൾ പോവാം. ഇഷ്ടംപോലെ സമയമാണല്ലോ. ഇഷ്ടംപോലെ സമയം ഉറങ്ങാം.
ഇത് നമ്മൾ ഫുഡ് വെക്കാൻ വേണ്ടിയിട്ടാണ്. പൊടിയും ഒന്നുമില്ലാത്ത നല്ലൊരു സ്ഥലം നോക്കി ഇങ്ങനെ വന്നാൽ ഈ ഹൈവേ കയറി കിടന്നേ. ഇവിടെ തിരിച്ചോ. അപ്പോൾ ഇനി നാളെ രാവിലെ നമുക്ക് ലോഡ് കയറ്റേണ്ട സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഇപ്പം നമുക്ക് ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അവിടെ എവിടെയും പമ്പിൽ കൊണ്ട വണ്ടി ഇട്ടിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. വെളുപ്പിനെ ഒരു 11 മണിക്ക് കയറ്റി പോവാം. നേരം പരപരാ വെളുക്കുമ്പോൾ. അതെ, രാവിലെ 11 മണി, വെളുപ്പിന് 11 മണിക്ക്. അതുകൊണ്ട് ഒരു തമിഴ്നാട് വണ്ടി കിന്നു കയറ്റി വന്ന് നിൽപ്പുണ്ട്. ടയർ പഞ്ചറായെന്ന് തോന്നുന്നല്ലേ. ഞാനല്ലേ ചോറ് വെച്ച് കഴിച്ചപ്പോൾ ഒരു പ്രത്യേക സുഖം അല്ലേ. മട്ടൻ കറിയും ചോറും കൊള്ളായിരുന്നു. കാബേജ് തോരനോ അതും കൊള്ളായിരുന്നു. ഇവിടെ ഒരു റിലയൻസിൻ്റെ പമ്പ് കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ എങ്ങാനും ഇട്ട് കിടക്കാം. ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ, ചുറ്റും ക്യാമറയാണ്. ഇവിടെ അങ്ങ് ഇടാം അല്ലേ, വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. നമ്മുടെ പുതിയ കമ്പിളി ഇങ്ങോട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്താലോ? ആരാ ഉദ്ഘാടനം ചെയ്യുന്നത്? 3 പേർക്കൂടെ വേണേലും ഉദ്ഘാടനം ചെയ്യാം, അതിനുള്ളതുണ്ട് ഇത് അല്ലേ. നല്ല സോഫ്റ്റ്. വേണ്ട വേണ്ട, നിങ്ങൾക്ക് ആ പഴയ കമ്പിളി പതിച്ചു, ഞാൻ പുതിയ കമ്പിളി പതിച്ചു. പിന്നെ എങ്ങനെയുണ്ടെന്ന് പറയാം. ഞങ്ങൾ ഒരറ്റം ഞങ്ങൾ പിടിച്ച് വലിക്കും. നീ തന്നെ പുതച്ചാണ്ടല്ലോ നിന്റെ ഒരു പകുതി ഇങ്ങനെ നൂറിത്തിടും, എന്നിട്ട് അതിൽ കിടക്കും. മറ്റേ എനിക്ക് മനസ്സിലായി അതിനാ പ്ലാൻ. സമ്മതിക്കൂല. എന്നാ പുതിയ കമ്പിളി നിങ്ങളുടെ അടുത്ത്, എനിക്ക് പഴയ കമ്പിളി തന്നാൽ മതി. അതാണെങ്കിലും എനിക്ക് ഒരു സൈഡ് കിടന്നിട്ട് ഒരു സൈഡിൽ പുതയ്ക്കാനുള്ളതുണ്ട്. ഒരിക്കലും ഇതെല്ലാം കൂടെ വെക്കണം. ഇപ്പൊ ഈ ക്യാബിനകത്ത് ഇടയില്ലല്ലോ. നമുക്ക് ആ ബെഡ് വിരിച്ചിടാം. എന്നാലും മതി. ബെഡ് വിരിച്ചിട്ടാലും കുഴപ്പമില്ല. ചുരുട്ടി വെക്കുന്ന ഇതുണ്ട്. അപ്പം ഇന്ന് പുതിയ കമ്പിളിയൊക്കെ പുതച്ചെടുക്കാം. അപ്പം നാളെ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.